ആത്മമിത്രങ്ങൾ ശത്രുക്കളായി പോരിനായി അടർക്കളത്തിലെതിരെ നിൽക്കുമ്പോൾ പോലും ഫൈനൽ വിസിലിന് ശേഷം അവർക്ക് തങ്ങളുടെ സൗഹൃദത്തിനെ അധികം മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മറ്റൊരു അധ്യായമാണ് കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിൽ പേർസിക്കെതിരെയും പീസും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത്. അഡ്രിയാൻ ലൂണയും ഡെയ്സുക്കി സക്കായിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി തവണ മരിച്ചുപോയ അവസരങ്ങളിൽ ജീവൻ പകർന്നു നൽകിയ താരമാണ് അഡ്രിയാൻ ലൂണ. അതുപോലെ തന്നെ ലൂണയ്ക്ക് പകരം നിൽക്കുന്ന പ്രകടനം പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കാൻ ഡൈസുക്കി സക്കായി എന്ന ജാപ്പനീസ് താരത്തിന് കഴിഞ്ഞിരുന്നു. അധികമൊന്നും വേണ്ട, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എസ് ഗോവയ്ക്കെതിരെ ഒരു മത്സരത്തിൽ 2-0 എന്ന സ്കോർ ലൈനിൽ ബ്ലാസ്റ്റേഴ്സ് പിന്നിൽ നിൽക്കുമ്പോൾ ഡൈസുക്കി സക്കായിയുടെ ഒരു ഇടിവെട്ട് ഫ്രീ കിക്ക് ഗോളിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന് പൊരുതാനുള്ള വീര്യം ലഭിച്ചത്. ഡൈസുക്കി സക്കായിയുടെ ആ ഒരു ഗോളിൻ്റെ വീര്യത്തിൽ ഇരമ്പിയാർത്ത ബ്ലാസ്റ്റേഴ്സ് പിന്നീട് ഗോവയ്ക്കെതിരെ ഐതിഹാസികമായ വിജയം നേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് വിജയങ്ങളിൽ ചുക്കാൻ പിടിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൻ്റെ കോണിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ രണ്ട് താരങ്ങളാണ് ഡൈസുക്കി സക്കായിയും അഡ്രിയാൻ ലൂണയും. അവർ രണ്ടുപേരും ഇപ്പം ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിലാണ് കളിക്കുന്നത്. അവിടെ പേഴ്സിക്കെതിരിക്ക് വേണ്ടിയിരിക്കും പി എസ് എമ്മിന് വേണ്ടിയിട്ടുമാണ് രണ്ടുപേരും കളിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ സക്കായിയുടെ ടീം ലൂണയുടെ ടീമിനെ പരാജയപ്പെടുത്തിയെങ്കിൽ പോലും മത്സരത്തിന് ശേഷം സക്കായി തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂച്ചസ് ഡേസിയസ്, നീ എൻ്റെ കൂടെ ഉള്ളതാണ്, നല്ല നിമിഷങ്ങൾ എപ്പോഴും ഓർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലൊക്കെ ആഡ് ചെയ്തിട്ടായിരുന്നു പുള്ളി ആ ഒരു നിമിഷത്തിനെ പങ്കുവച്ചത്. ഏതായാലും ഒരിക്കൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ഒരുമിച്ച് കളിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും വൈരികളായിരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മറ്റൊരു അധ്യായമാണ് നമ്മൾ കണ്ടത്.